അനൽക്ക, ഇപ്പോൾ അവർ നീങ്ങുന്നത് ആ മതിലിന്റെ അടുത്തേക്കാണോ? അവിടെയുള്ള തെളിവെടുപ്പാണോ ഇപ്പോൾ നടക്കുന്നത്? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? അതെ, തീർച്ചയായിട്ടും സംഗീത അങ്ങോട്ടേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭാഗത്ത് വെച്ചിട്ട് ഇതിന് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിന്റെ പിറകുവശത്ത് വെച്ചിട്ടാണ് ഈ ഗോവിന്ദസ്വാമി ഇത്തരത്തിൽ ജയിൽ ചാടി. അതായത് നമുക്ക് മുകളിൽ കാണുന്ന പോലെ തന്നെ ഈ ഫെൻസിംഗ് വേലി, ഇലക്ട്രിക് ഫെൻസിംഗ് വേലി ഭേദിച്ചുകൊണ്ടാണ് ഗോവിന്ദസ്വാമി അത്തരത്തിലൊരു ജയിൽ ചാട്ടം ഇന്ന് പുലർച്ചെ നടത്തിയിട്ടുള്ളത്. അങ്ങോട്ടേക്ക് തന്നെയാണ് ഗോവിന്ദസ്വാമിയെ അന്വേഷണ ഉദ്യോഗസ്ഥരും പോലീസും അങ്ങോട്ടേക്കും കൊണ്ടുപോയിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അതായത് വൈദ്യുതി പ്രവാഹം ഇല്ലാത്ത ഒരു ഫെൻസിംഗ് വേലിയാണ്. ഈ ഫെൻസിംഗ് വേലി ഭേദിച്ചുകൊണ്ടാണ് ഗോവിന്ദസ്വാമി ഇന്ന് പുലർച്ചെ ഇത്തരത്തിലൊരു ജയിൽ ചാട്ടം നടത്തിയത്. അങ്ങോട്ടേക്ക് തന്നെയാണ് കൂടുതൽ തെളിവെടുപ്പിനായി പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ 50ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഗോവിന്ദസ്വാമി അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്ത് സിറ്റി പോലീസ് കമ്മീഷണറുടെയും ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഗോവിന്ദസ്വാമി പറഞ്ഞിട്ടുള്ളത് ജയിൽ ചാടാൻ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് ഗോവിന്ദസ്വാമി പ്രാഥമികമായിട്ട് നൽകിയിട്ടുള്ള മൊഴി. അതോടൊപ്പം തന്നെ ഈ പ്രത്യേകം തയ്യാറാക്കി മുറിയിലായിരുന്നു ഗോവിന്ദസ്വാമിയെ ഈ ACPയുടെയും അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലിലാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. സെല്ലിന്റെ കമ്പികൾ ഗോവിന്ദസ്വാമി നേരത്തെ മുറിച്ചു തുടങ്ങിയിരുന്നു. അത് ജയിൽ അധികൃതർക്ക് മനസ്സിലാക്കാതിരിക്കാൻ കമ്പിയിൽ നൂല് കെട്ടിവെക്കുകയും ചെയ്തു. കമ്പിയുടെ താഴ്ന്ന ഭാഗമാണ് മുറിച്ചത്. അതോടൊപ്പം തന്നെ രക്ഷപ്പെടാനായി ശേഖരിച്ചത് ജയിൽ മോചിതരുടെ തുണികളാണ്. ഗോവിന്ദസ്വാമിയുടെ മാനസിക രോഗമുള്ളയാളാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ആസൂത്രണം ചെയ്തുകൊണ്ടാണ്, വളരെ ഒരു മാസത്തിലധികം സമയം കൊണ്ട് ആസൂത്രണം ചെയ്തുകൊണ്ട് വളരെ തയ്യാറെടുപ്പോടുകൂടി നടത്തിയിട്ടുള്ള ഒരു ദൗത്യമാണ് ഈ ഗോവിന്ദസ്വാമിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിൽ ഈ തെളിവെടുപ്പിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ നമുക്ക് വരേണ്ടത്. സംഗീത, തീർച്ചയായും അനൽക്ക, മാസങ്ങൾ നീണ്ടുള്ള തയ്യാറെടുപ്പിന് ശേഷമാണ് ഈ ഒരു കൃത്യം ഗോവിന്ദസ്വാമി നടപ്പിലാക്കിയത്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ ആ മതിൽ കാണാം. അവിടെയുള്ള തെളിവെടുപ്പാണ് നടക്കുന്നത്. വലിയ ഉയരത്തിലുള്ള 7.5 മീറ്റർ നീളത്തിലുള്ള മതിലാണ് ചാടിക്കടന്നിരിക്കുന്നത്. പുലർച്ചെ 1:30 ഈ ആസൂത്രണം തുടങ്ങിയതാണ്. അതാണ് പുലർച്ചെയൊക്കെ നീണ്ട ശേഷം 5 മണിക്ക് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ 6:30 പോലീസിൻ്റെ പക്കലേക്ക് കാര്യങ്ങൾ അറിയുന്നത്. അതിനു മുമ്പ് 5 മണിയോടുകൂടിയാണ് ജയിലിലെ ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആ മതിൽ കൃത്യമായി തന്നെ ദൃശ്യങ്ങളിൽ കാണാം എത്ര ഉയരത്തിലാണ് ആ മതിലുള്ളത്. അനൽക്ക, അവിടുത്തെ തെളിവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു ചിത്രം? സംഗീത, നിലവിൽ ഇപ്പോഴും അവിടെ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 10 മിനിറ്റിനുള്ളിൽ ഇവിടെയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ ഈ സെൻട്രൽ ജയിലിൽ ഈ ഒരു രാത്രി കൂടിയും ഗോവിന്ദസ്വാമി ഇവിടെ പാർപ്പിക്കും. അതിനുശേഷമായിരിക്കും നാളെ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹത്തോടെ അല്ലെങ്കിൽ പോലീസിന്റെ അകമ്പടിയോടെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ഈ ഗോവിന്ദസ്വാമിയെ മാറ്റുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഗോവിന്ദസ്വാമിയെ പോലീസ് ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പോലീസൊക്കെ തന്നെ പറയുന്നത് അതായത് വലിയ രീതിയിലുള്ള ആസൂത്രണം ഗോവിന്ദസ്വാമി ഇതിൽ നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ജയിൽ ചാട്ടത്തിന്റെ അതിന്റെ ഒരു രീതി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. അതായത് വലിയ തയ്യാറെടുപ്പോടുകൂടിയിട്ട്, അതായത് തുണികൾ ഉപയോഗിച്ച് ജയിൽ മോചിതരായവരുടെ തുണികൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് 7.5 മീറ്ററോളം നീളമുള്ള ജയിൽ ഭിത്തി ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ ഭേദിച്ചുകൊണ്ട്, വൈദ്യുതി പ്രവാഹമില്ലാത്ത ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ ഭേദിച്ചുകൊണ്ട് ഗോവിന്ദസ്വാമി ഇത്തരത്തിൽ ജയിൽ ചാട്ടം നടത്തിയ രീതി കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. എത്രത്തോളം തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഗോവിന്ദസ്വാമി ഇത്തരത്തിലൊരു ജയിൽ ചാട്ടം നടത്തിയെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതിൽ പുറത്തു നിന്ന് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗോവിന്ദസ്വാമിക്ക് ഈ ജയിലിലെ കമ്പി, അതായത് ജയിലിലെ ഈ ഗ്രില്ലിന്റെ കമ്പി മുറിക്കാൻ പിന്നെ അതിന്റെ ബ്ലേഡ് എവിടെ നിന്ന് കിട്ടിയെന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കാര്യം പുറത്ത് വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ വലിയ രീതിയിലെ സുരക്ഷാ വീഴ്ചയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ഒളിസങ്കേതം തേടി ഗോവിന്ദസ്വാമി നഗരത്തിൽ ഇന്ന് അലയുന്ന സാഹചര്യമുണ്ടായി. പുലർച്ചെ 5:30 പള്ളിക്കുന്ന് ക്ഷേത്ര പരിസരത്തെത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം.
നിഖിൽ അളവൂർ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നിഖിൽ, പകൽ ഒളിച്ചിരുന്ന് രാത്രി കണ്ണൂരിൽ നിന്ന് കടക്കാനായിരുന്നു പദ്ധതി എന്നുള്ള സൂചനകളാണ്, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്കെത്തുന്നത്. ഈ ഗോവിന്ദച്ചാമിയുടെ പദ്ധതി ഏത് വിധേനയാണെന്നോ പ്ലാൻ ചെയ്തിരുന്നത്, എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏതായാലും ഗോവിന്ദച്ചാമി ഈ ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്തതുപോലെ തന്നെ ഈ കണ്ണൂരിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള, അതായത് കണ്ണൂരിൽ നിന്ന് മാറാനുള്ള പദ്ധതികളും കൃത്യമായി ആവിഷ്കരിച്ച് വെച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൽ ഇയാളുടെ പ്ലാനിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ന് പുലർച്ചയോടുകൂടി ജയിൽ ചാടുക, അതിനുശേഷം ഈ കണ്ണൂർ നഗരത്തിലെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക, രാത്രിയോടുകൂടി ആരുടെയും കണ്ണിൽ പെടാതെ തമിഴ്നാട്ടിലേക്ക് കടക്കുക എന്നതായിരുന്നു ഇയാളുടെ പദ്ധതി എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതിന്റെ ഭാഗമായി സുരക്ഷിതമായ ഒരു ഒളിത്താവളം തേടിയാകണം ഇയാൾ ഈ ജയിൽ ചാടിയതിനു ശേഷം പല ഭാഗങ്ങളിലായി അലഞ്ഞതായാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു CCTV ദൃശ്യമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ അല്പസമയം മുൻപ് കാണിച്ചത്. ഈ ജയിൽ ചാടിയതിനു ശേഷം ഏകദേശം 5:35 പള്ളിക്കുന്ന് ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡിലൂടെ ഇയാൾ നടന്നു പോകുന്നുണ്ട്. ആ പള്ളിക്കുന്ന് ക്ഷേത്രം എന്ന് പറയുന്നത് ദേശീയപാതയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി പോകുന്ന, ദേശീയപാതയിൽ നിന്നുള്ള ഒരു കട്ട് റോഡാണ്, അങ്ങോട്ട് ഇറങ്ങി പോകുന്ന റോഡാണത്. ആ റോഡിലൂടെ ഇയാൾ നടന്നു പോകുന്ന CCTV ദൃശ്യമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജയിൽ ചാടിയതിനു ശേഷം, ഇപ്പോൾ അറിയുന്നതനുസരിച്ച് 1:30ക്കും 3:30ക്കും ഇടയിൽ ഇയാൾ ജയിൽ ചാടിയെന്നാണ് പറയുന്നത്. അതിനുശേഷം തന്നെ ഈ ചുറ്റുവട്ടത്തുള്ള പല പ്രദേശങ്ങളിലേക്കും ഇയാൾ നടന്നിട്ടുണ്ട്. സുരക്ഷിതമായ ഒരു ഒളിത്താവളം തേടി എന്ന് വേണം നമ്മൾ ഇപ്പോൾ അനുമാനിക്കാൻ. ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഈ ജയിലിൽ നിന്ന് മാറാൻ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയി തമിഴ്നാട്ടിലേക്ക് പോകാനായിരുന്നു പദ്ധതി എന്നുള്ളതാണ്. എന്നാൽ ഈ പകൽ സമയത്ത് അങ്ങനെ ഇവിടെ നിന്ന് പോകുന്നതിന് പകരം ഈ എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായ ഒളിത്താവളം കണ്ടെത്തി അവിടെ ഒളിച്ചിരുന്ന് രാത്രിയോടുകൂടി ഇവിടെ നിന്ന് മുങ്ങുക, കണ്ണൂരിൽ നിന്ന് മാറുക എന്നുള്ളതായിരുന്നു ഇയാളുടെ ലക്ഷ്യം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്ന കാര്യത്തിൽ ഇവിടെ നിന്ന് മാറണം, ഈ ജയിലിൽ നിന്ന് പോകണം എന്നൊരു ആഗ്രഹം ഇയാളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുകൂടി നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിലുണ്ട്. അങ്ങനെ മാറണമെന്ന് ഇയാൾക്കുണ്ടായിരുന്നു. അതിനുള്ള ശ്രമം കൂടിയാണ് ഈ ജയിൽ ചാട്ടം എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലേക്ക് പോകാനായിരുന്നു പദ്ധതി എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നിഖിൽ, ഈ കാര്യങ്ങളൊക്കെ മാസങ്ങളായി ആസൂത്രണം ചെയ്ത് കഴിഞ്ഞപ്പോഴും കണ്ണൂരിൽ നിന്ന് ഈ പുറത്ത് ചാടിക്കഴിയുമ്പോൾ ആ പരിസര പ്രദേശങ്ങളെ പറ്റി അത്ര കണ്ട് ബോധ്യമില്ലാത്തതോ അല്ലെങ്കിൽ അത് കൃത്യമായി എക്സിക്യൂട്ടീവ് ചെയ്ത് നടപ്പിലാക്കാൻ കഴിയാതെ പോയതോ ആണ് ഈ കൃത്യമായി ഈ പത്തരയോടുകൂടി നമുക്കിത് ഗോവിന്ദച്ചാമിയിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചത്. അതാണ് അതിലേക്ക് എത്താൻ കഴിഞ്ഞതെന്ന് അനുമാനിക്കണം, അല്ലേ? തീർച്ചയായും സംഗീത, അതിൽ 2 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഗോവിന്ദച്ചാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളോ അല്ലെങ്കിൽ ഈ നഗരത്തോട് തന്നെ ചേർന്നിരിക്കുന്ന പ്രദേശമായതിനാൽ ഇവിടെ ഒളിച്ചിരിക്കാനുള്ള സൗകര്യം എവിടെയായിരിക്കുമോ എന്നൊന്നും നേരത്തെ അറിയാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇയാൾ സുരക്ഷിതമായ ഒരു ഒളിത്താവളം തേടി അലഞ്ഞു ഇത്രയും സമയം എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം 9:15 കൂടിയാണ് ഈ കണ്ണൂർ DCC ഓഫീസ് പരിസരത്ത് വെച്ച് വിനോജ് എന്ന് പറയുന്നയാൾ ഇയാളെ കാണുന്നത്. അപ്പോൾ അതുവരെ ഇയാൾ സുരക്ഷിതമായ ഒരു ഒളിത്താവളം തേടി പലയിടങ്ങളിൽ അലഞ്ഞു നടന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇയാൾക്ക് ഈ സ്ഥലം പരിചയമില്ലാത്തതിനാൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ പോലും ഇയാൾ ഏതെങ്കിലും ഒരു ഒളിത്താവളത്തിൽ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പോലീസിന്റെയും കണ്ണിലേക്ക് ഇയാൾ വരാനുള്ള സാധ്യത കുറവായിരുന്നു. പക്ഷേ ഈ താവളം തേടി നടക്കുന്നതിനിടെ, ഒളിക്കാനൊരു ഇടം തേടി നടക്കുന്നതിനിടെ ഈ വിനോജിന്റെ ഒരു കണ്ണിൽ ഇയാൾ പെട്ടു. വിനോജിന് സംശയം തോന്നി. പ്രത്യേകിച്ചും ഇയാളുടെ നമുക്കിപ്പോൾ ലഭിച്ച CCTV ദൃശ്യത്തിലും കാണാം. അത് രാവിലെ ഈ കണ്ടതിനടുത്തു നിന്ന് നമുക്ക് ലഭിച്ച CCTV ദൃശ്യങ്ങൾ, ഈ 2 CCTV ദൃശ്യങ്ങളിലും നോക്കിയാൽ ഇയാൾ ഈ തലയിലൊരു കെട്ട് വെച്ച് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കൈയില്ലാത്ത ആളായ ഇയാളെ തിരിച്ചറിയാതിരിക്കാനുള്ള ഒരു ശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ. അങ്ങനെയാണ് ഇയാൾ പലയിടങ്ങളിൽ നടക്കുന്നത്. ഒരുപക്ഷെ ഈ പള്ളിക്കുന്നിന് പുറമെ പലയിടങ്ങളിലും ഇയാൾ നടന്നിരിക്കാം. അങ്ങനെ നടന്ന് എത്തുന്നതിനിടയിലാണ് ഈ വിനോജ് എന്ന് പറയുന്ന വ്യക്തിയുടെ മുന്നിൽ ഇയാൾ ചെന്ന് പെടുന്നത്. വിനോജിന് കൃത്യമായിട്ട് സംശയം തോന്നുന്നു, പോലീസിനെ അറിയിക്കുന്നു. അങ്ങനെയാണ് പിടിയിലായത്. ഒരുപക്ഷെ ആ സംശയം തന്നെയാണ് ഇപ്പോൾ ഈ 10:45 ഇയാൾ പിടിയിലാകുന്നതിലേക്ക് ഏതായാലും കാര്യങ്ങൾ എത്തിച്ചത്. ശരി നിഖിൽ, അത് തന്നെയാണ് ഏറ്റവും നിർണായകമായി ഈ ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. രാവിലെ 5:30 പള്ളിക്കുന്ന് ക്ഷേത്ര പരിസരത്തെത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ വിൻഡോയിലൂടെ കാണുന്നത്.